Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടെ ഇരിക്കേ. ആദ്യമായിട്ടാണ് ടിവിയില് നമ്മുടെ മുത്തശ്ശൻ പാടാൻ പോകുന്നത്. കഴിച്ചോണോ മുത്തശ്ശി, നിങ്ങളും കഴിച്ചോണോ? ഇതെന്ത് വേഷം കേട്ടാ ഭീംസിംഗ്? എന്തിനാ ഈ പഞ്ഞിയായിട്ട് തിരിയുന്നത് പറ? മുത്തശ്ശന്റെ പ്രോഗ്രാം ഇപ്പൊ തുടങ്ങാൻ പോവാണല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്തായാലും വേണ്ടി വരും. ഭീംസിംഗ് ഒന്ന് മതിയാക്ക്. എപ്പോഴും ഇങ്ങനെ നാനാജിയെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അറിയാലോ. പഞ്ഞിക്ക് പകരം നമുക്ക് ആ ടിവിയുടെ വോളി ഒന്ന് കുറച്ചാ പോരെ ഭീംസിംഗ്? എങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്ന എല്ലാരും? ഉണ്ടാരുത്. Hello bro, what's up? കൊള്ളാം, ബോധ്യമുട്ടിച്ചതിൽ ക്ഷമിക്കണം. പിന്നെ പാട്ടൊന്ന് നിർത്താവോ? എങ്ങനെ നിർത്തും? നിങ്ങൾക്കറിയോ, ഞാനിപ്പോ പാടാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാനൊന്ന് പാടിക്കോട്ടെ. എനിക്ക് ആദ്യമായിട്ടാ ഇതുപോലെ ടിവിയിൽ പാടാൻ അവസരം കിട്ടിയിരിക്കുന്നത്. എന്നെ തടയാൻ നിങ്ങളൊക്കെ ആരാ? ക്ഷമിക്കണം അമ്മാവാ, ഇനി ഞങ്ങളുടെ ആൾക്കാരെ പാട്ട് പാടാൻ പോകുന്നുള്ളൂ. എഴുന്നേറ്റ് മാറി നിൽക്കുകയാണെങ്കിൽ ഉപകാരമായി. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതങ്ങ് പേടിപ്പിക്കും. എഴുന്നേക്കുന്നുണ്ടോ? എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ എന്തായി കാണുന്നത്? അദ്ദേഹത്തെ കൊള്ളക്കാരൊക്കെ അവിടെ തടവിലിട്ടിരിക്കുകയാണല്ലോ. ശിവ, എനിക്കാകെ പേടിയാവുന്നു മോനെ. അവിടെ നിറച്ചും ഗുണ്ടകളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോ പേടി. മുത്തശ്ശി എന്തിനെങ്ങനെ വെറുതെ പേടിക്കുന്നത്? ഫ്രണ്ട്സ്, വേഗം എല്ലാരും എന്റെ കൂടെ ചാനലിലേക്ക് വരും. ഹലോ പ്രേക്ഷകരെ, സുഖമാണോ? എന്റെ പേരാണ് ഹണി ജാക്സൺ. പാട്ടും പാടും, ഇങ്ങനെ കാലുപൊക്കി ആടുകയും ചെയ്യും. ഞാനിപ്പോ ഇവിടെ എന്തിനാ വന്നെന്നറിയോ? നമ്മുടെ വേദാനഗരത്തിലെ പ്രിയപ്പെട്ട മന്ത്രിമാർക്കും പോലീസുകാർക്കും ഒരു സന്ദേശം അറിയിക്കാനായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്റെ 5 ഫ്രണ്ട്സ്, അവര് ഭയങ്കര തീവ്രവാദികളും പിന്നെ ഫേമസ് ആണ് കേട്ടോ. അവരിപ്പോ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. എന്റെ ചെറിയൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ ഒന്ന് പുറത്തേക്ക് വിടണം. അവരെങ്ങനെ പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനും എന്റെ കൂട്ടരും ചേർന്ന് പാട്ടുപാടി നിങ്ങളെയൊക്കെ ബോറടിപ്പിക്കാതിരിക്കുന്നേ. ഓക്കേ ഗൈസ്, ലെറ്റ് ദ മ്യൂസിക് ബിഗിൻ. എന്റെ ഹാർമോണിയം, എന്നെയും പാട്ട് പാടാൻ സമ്മതിക്കേ. കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ട് എന്റെ അപ്പൂപ്പ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, പെട്ടെന്ന് ചാനൽ വരെ ഒന്ന് വരണം പ്ലീസ്. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കുറെ ഗുണ്ടകൾ വന്ന് തോക്കും പിടിച്ച് ആക്രമിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാനിപ്പോ ടിവിയിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. ലഡ്ഡു സിംഗിന്റെ പരിധിയിലുള്ള ചാനൽ ഗുണ്ടകളെ കീഴടക്കിയെന്നോ? പോലീസിനെ വിളിക്കുകയായിരുന്നു അല്ലേ ചേട്ടൻ? കൊള്ളാം, മിടുക്കൻ. ഞാൻ അല്ലേലും വിളിക്കാനിരിക്കുകയായിരുന്നോ. എന്തായാലും തന്റെ ഫോണല്ലേ, അതിൽ നിന്ന് തന്നെ വിളിച്ചേക്കാം. ഹലോ, സുഖമാണല്ലോ ലഡ്ഡു സിംഗ് സാറേ? നിങ്ങളെ കുറിച്ച് ഞാൻ 50 കിലോമീറ്റർ മുമ്പെന്ന് തന്നെ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു പുലിയാട്ടോ. പക്ഷേ എന്റെ 5 തീവ്രവാദി ഫ്രണ്ട്സിനെ നിങ്ങൾ പുറത്തു വിട്ടില്ലെങ്കിലേ ലഡ്ഡു സിംഗിനെ ഭീഷണിപ്പെടുത്തുന്നു.
ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഇതുവരെ ആർക്കും ധൈര്യം വന്നിട്ടില്ല ലഡ്ഡു സിംഗിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള 5 പേരെ വിടാൻ പോണില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യ്. ഞാൻ അങ്ങനെ പേടിച്ച് ഓടിപ്പോന്ന ആളൊന്നും അല്ല. എന്റെ ലഡ്ഡു സിംഗ് സാറേ, ആരാ നിങ്ങളോട് ഓടിപ്പോവാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അത് ശരിക്കും കേക്കൂട്ടോ. ഞാനിപ്പോ 5 വരെ എണ്ണും. ഞാൻ 5 എണ്ണുമ്പോഴത്തേക്കും താനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ തനിക്ക് ഓടാൻ കാലുണ്ടാവില്ല മനുഷ്യ. ഇത് ലഡ്ഡു സിംഗിന്റെ പോലീസ് സ്റ്റേഷൻ ആണ്, മനസ്സിലായ? കണ്ട പീക്കിന് പിള്ളേർക്കൊന്നും ഇങ്ങോട്ട് വന്ന് സ്റ്റേഷൻ ആക്രമിക്കാൻ പറ്റില്ല. എന്തിനാ 5 എണ്ണുന്നത്? 10 എണ്ണിക്കോ, 10. ഐ, എന്നാ ശരിട്ടോ, ദേ ഞാനിപ്പോ എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു. 5, 4. സാറേ, എനിക്ക് തോന്നുന്നു ഈ ഹണി ജാക്സൺ ഒരു വലിയ ആക്ഷനിൽ ഇറങ്ങാൻ പോവാണെന്ന്. പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. 3, 2. സാറേ, ഞാൻ പോവാണ്. എടാ നീ എന്നെ വിട്ടിട്ട് പോവാണോ? ഐ, 1. ആ, എവിടെ എവിടെ എന്റെ പോലീസ് സ്റ്റേഷൻ എവിടെ? എങ്ങനെയുണ്ട് ലഡ്ഡു സിംഗ് സാറേ? എന്റെ പേരാണ് ഹണി ജാക്സൺ. എനിക്ക് പാടാനും കാലുപൊക്കി നല്ലോണം ആടാനും അറിയാം. എങ്ങോട്ടാണ് ചെറുക്കാ പോകുന്നത്? അകത്തേക്ക് ആരും വിടില്ല. അകത്ത് ഞങ്ങളുടെ ബോസിന്റെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുന്നതല്ലേ കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നോക്ക്, ഇതിന്റെ പേരാണ് നോക്ക്. വെറുതെ സ്റ്റണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ കൊള്ളക്കാരൊക്കെ തയ്യാറെടുത്ത് വന്നിരിക്കുക. പോലീസിന്റെ സഹായം കൂടിയേ തീരൂ, അല്ലെങ്കിൽ ഇവര് വേദനഗരം മുഴുവനും നശിപ്പിക്കും. ലഡ്ഡു സിംഗ് സാർ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ശിവ. ലഡ്ഡു സിംഗ് സാർ, നിങ്ങളുടെ ശബ്ദം എന്താ വല്ലാതെ കേൾക്കുന്നത്? എന്ത് പറ്റി? നിങ്ങൾ എവിടെയാണ്? അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ശിവ. പോലീസ് സ്റ്റേഷൻ തുറന്നെ വെച്ചിരിക്കുന്ന. സ്റ്റേഷന്റെ സൈസ് അല്പം കുറഞ്ഞു പോയിന്ന് മാത്രം. ആ പൊളിഞ്ഞിരിക്കുന്ന വാതിലിന്റെ പുറകെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ലഡ്ഡു സിംഗ് സാർ, ഐ, അല്ല ഇതെന്താ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ? ഇത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്? ഹണി ജാക്സൺ ഒരു മിസൈൽ വെച്ചിട്ട് എന്റെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തകർത്ത് കളഞ്ഞു. അവന്റെ ഡിമാൻഡ് പറഞ്ഞു ജയിലിലുള്ള 5 ടെററിസ്റ്റിനെ അവന് വിട്ടുകൊടുക്കണമെന്ന്. എന്റെ തൊപ്പി എന്തായാലും തെറിക്കും ശിവ. അവന്മാരെ വിട്ടുകൊടുത്താ എന്റെ തൊപ്പി എന്തായാലും തെറിക്കും. ലഡ്ഡു സിംഗ് സാറേ, ഈ സമയത്ത് അവരെ കൊണ്ട് ഈ നഗരത്തിൽ നാശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും വ്യത്യസ്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഒന്ന് ചെവി തരൂ, ഞാനൊരു ഉഗ്രം പ്ലാൻ പറഞ്ഞുതരാം. എന്നെ പാടാൻ അനുവദിക്കേ. ഇത് നിങ്ങൾ അന്യായമാ ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പാടുന്നത് ശരിയല്ല. എനിക്കും അവസരം എന്താ? നിങ്ങളുടെ മ്യൂസിക്കിന്റെ കൂടെ എന്റെ പാട്ട് നന്നായിരിക്കും. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നല്ല രസമുണ്ടല്ലോ ലഡ്ഡു സിംഗ്.
ഞാൻ പറയുന്നത് കേക്കോട്ടോ. എന്റെ 5 തീവ്രവാദി കൂട്ടുകാരെയും ജയിലിൽ നിന്ന് പുറത്തിറക്കി എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. പിന്നൊരു കാര്യം, അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരുമ്പോ വാനിന്റെ എല്ലാ ചിത്രങ്ങളും ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. കാരണം എനിക്ക് കാണണേ. എന്റെ കൂട്ടുകാരെ നീ വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല, അതുകൊണ്ടാ. കൂടാതെ എനിക്കൊരു ഹെലികോപ്റ്റർ ആവശ്യമുണ്ട്. എന്തിനാന്നറിയോ? എനിക്കും എന്റെ കൂട്ടുകാർക്കും ഇവിടെ നിന്ന് പറന്നു പോവാനാടോ. നല്ല കുട്ടിയാ ലഡ്ഡു സിംഗേ നീ. എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടുകാരനി എന്റെ അടുത്തേക്ക് എത്തുമല്ലോ. ഓക്കേ everybody, എന്റെ കൂട്ടുകാരൊക്കെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനിയൊരു പാട്ട് കാച്ചടോ. അഭിനന്ദനങ്ങൾ അമ്മാവാ, മിണ്ടാതെ അവിടെ ഇരുന്ന് ഞങ്ങളുടെ പാട്ടൊന്ന് കേട്ട് ആസ്വദിക്കടോ. ഇന്ന് എന്റെ ദിവസമാണ് അമ്മാവാ. എന്റെ കൂട്ടുകാരൊക്കെ എന്റെ അടുത്തേക്ക് ഒന്ന് എത്തിപ്പെടട്ടെ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോളാം അമ്മാവാ. അതിനുശേഷമേ നിങ്ങൾക്ക് എന്തുമാത്രം പാട്ട് പാടണമെന്ന് തോന്നുന്നു കുത്തിയിരുന്ന് പാടിക്കോ അമ്മാവാ. കേട്ടല്ലോ? എന്താ പറ്റിയ ലഡ്ഡു സിംഗ്? എന്തിനാ വണ്ടി നിർത്തിയത്? എന്റെ അടുത്ത് വേഷം കെട്ട് ഇറക്കിയാലുണ്ടല്ലോ പിന്നെ ഞാൻ. ഇല്ല. എനിക്ക് തോന്നുന്നത് കാർബറേറ്ററിനകത്ത് വല്ല ഡസ്റ്റ് കയറിയിട്ടുണ്ടാവും. ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കാണ്. ദാ ഇപ്പൊ ശരിയാവുന്നേ. കുട്ടി, നീ ഇപ്പൊ എവിടെന്നാ വരുന്നത്? ഇവിടെ നിനക്ക് എന്താണ് പണി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ നെക്സ്റ്റ്. ഇൻസ്പെക്ടറെ, ആ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ വേറെ വണ്ടി പിടിച്ചിട്ട് പാടോ. ദാ ഇപ്പൊ ശരിയായി സാർ. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച് കളഞ്ഞല്ലോ ലഡ്ഡു സിംഗ്. പാടുന്നേ, നിങ്ങളെല്ലാവരും പാട്ട് പാടുന്നേ. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. താഴെ ചെന്ന് ഞാൻ എന്റെ കൂട്ടുകാരെ കൊണ്ട് വിളിച്ചോണ്ട് വരാം. എന്നിട്ട് നമ്മക്കെല്ലാവർക്കും ആടിപ്പാടി അടിച്ചു പൊളിക്കാന്നേ. ഇങ്ങോട്ട് എന്തിനാ കേറി വരുന്നേ കുട്ടി? പറയൂ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ കൂട്ടുകാരൊക്കെ എവിടെയാണെന്ന് പറ ഇൻസ്പെക്ടറെ.
അവന്മാരെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മിക്കവാറും അവരിപ്പോ അവിടെ എത്തി കാണും. ആരാ അവരെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്? ശിവല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നേ. ശിവയോ? ഈ ശിവ ആരാ? വേഗം പറയാനാ പറഞ്ഞത്. എനിക്ക് ദേഷ്യം വന്നിട്ട് ചൊറിഞ്ഞിട്ട് വയ്യ. ഒന്ന് അടങ്ങിയിരിക്കേ, അല്ലെങ്കിൽ അവൻ നിന്റെ ബാൻഡിനെ അടിച്ച് തകർത്ത് കളയും. ശിവ നിന്റെ പുറകെ തന്നെ നിൽപ്പുണ്ട്, കണ്ടോ? ഓ ഈ കുട്ടിയോ? ഈ കുട്ടിയാണോ ശിവ? ഇവനാണോ ജയിലിൽ പറഞ്ഞു വിട്ടത്? ഒരു കുട്ടിക്ക് അവരെ എങ്ങനെയാ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുക? പിന്നെന്താ, തീർച്ചയായിട്ടും അവനെ കൊണ്ട് കഴിയും. അടുത്തത് അവൻ പറഞ്ഞാക്കാൻ പോണത് നിന്നെയാണ്, അറിയോ? കുട്ടികളായിട്ട് തല്ലുകൂടുന്ന എനിക്ക് ഇഷ്ടമല്ല. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്ത് കാണിക്കോടോ അവിടെ? പെട്ടെന്ന് താഴേക്ക് വാ. ഞങ്ങള് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എടോ, പാട്ട് പാടിയതൊക്കെ മതിയാക്ക്. ഇനി എന്നെ രക്ഷിക്ക്. ഇവിടെ പൊരിഞ്ഞ ഇടി തുടങ്ങി. എന്താണ് ഈ പറയുന്നത്? ആക്ഷൻ തുടങ്ങിയെന്നോ? ഇന്ന് അമ്മാവ പാടിക്കോളൂ. സത്യം? താങ്ക് യു, താങ്ക് യു. ഈ കുട്ടി എല്ലാരെയും ഇടിച്ച് പരിപ്പിളക്കുന്നുണ്ടല്ലോ. വേഗം പറപ്പിക്കടോ. രക്ഷപ്പെടാൻ നോക്കുന്നോ? വണ്ടി നിർത്താൻ. വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? നിൽക്കാനല്ലേ പറഞ്ഞത്? ശിവാ, ശിവാ, നീ ആവശ്യമില്ലാതെ എന്റെ കൂടെ ഏറ്റുമുട്ടി എന്നെ ദേഷ്യം പിടിപ്പിച്ചു കുട്ടി. ഇനി ഈ വേദ നഗരത്തിന് ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഞാനാണ് ഹണി ജാക്സൺ. എനിക്ക് നല്ലോണം പാടാനും പിന്നെ കാല് പൊക്കി ആടാനും അറിയാം. അതെ, നീ എവിടെ പിടിച്ചിരിക്കുന്നത്? അതെ, എന്റെ കാലൊന്ന് വിട്. കാല് വിടാനല്ല പറഞ്ഞത്. എനിക്ക് എന്റെ ഭാരം തന്നെ താങ്ങാൻ വയ്യ. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നീ എന്നെ കയറി പിടിച്ചിരിക്കാണോ? എന്റെ കാല് വിടാൻ, വിടാൻ. ശിവ, ശിവ, രക്ഷിക്കണേ. നഴ്സിംഗ് സാറേ, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ താഴെയാ. ഹെലികോപ്റ്റർ എപ്പോഴോ താഴെ വന്നു, സാറിന് അറിയോ? നമ്മളെങ്ങനെയോ താഴെ എത്തിപ്പെട്ടു ശിവ. ഇനി തനിക്ക് തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന ജയിലിലിരുന്ന് ബാൻഡൊക്കെ നടത്തി അടിച്ചു പൊളിച്ച് നടക്കാം.
ഇവര് പാടാൻ വന്നവരല്ല, എന്റെ പാട്ട് കേൾക്കാൻ വന്നവരാ. ആ, ആ, Watch India's largest kids library only on Geo Hotstar. Download the app now.